ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. അപ്പോൾ എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിഷുദിനാശംസകൾ. അപ്പോൾ എൻ്റെ വിഷു ഒരുക്കങ്ങൾ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി വിഷുക്കണി ഒരുക്കണം. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരുക്കി വയ്ക്കുക വേണ്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വിളക്ക് കൊളുത്തി കുറച്ച് സമയമായിട്ടേ ഉള്ളൂ കേട്ടോ. സന്ധ്യാദീപം കൊളുത്തി കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിഷുക്കണി ഒരുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളതിനുള്ള സംഭവങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് വയ്ക്കേ വേണ്ടുള്ളൂ. എൻ്റെ വിഷുക്കണി ഒരുക്കങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഞാൻ എങ്ങനെയാണ് കണി ഒരുക്കി വയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിക്കാം. നാളത്തേക്കുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി രാവിലെ എണീക്കുക, അമ്പലത്തിൽ പോവുക, അങ്ങനെ വന്നിട്ട് പാചകവും ബാക്കി കാര്യങ്ങളൊക്കെ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി രാത്രിക്കത്തെ ഫുഡൊക്കെ റെഡിയാണ്. അത് കഴിക്കുക. കണിയൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കുക. ഉണ്ണേണം കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് മോന് ഫ്രീ ആയിരുന്നു. മറ്റേ ഫ്രണ്ട്സിന്ന് പകലുണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ അവരൊക്കെ പോയി. അപ്പോൾ അതിനുശേഷം അവനും ഫ്രീ ആണ്. സകല സൗഭാഗ്യങ്ങളും സുഖങ്ങളും ഒക്കെ ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള ഫലം ഭഗവാൻ ഇന്നല്ലെങ്കിൽ നാളെ നൽകുമെന്നുള്ള ഒരു പ്രതീക്ഷ. ഇന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എല്ലാം നല്ലതിനെന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും അത്ര തോന്നില്ല ഒരു കാര്യത്തിലും. എല്ലാം നല്ലതിനെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ വിഷുവിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. കൊന്നപ്പൂവിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്. വിഷു എന്തിനാണ് ആഘോഷിക്കണേ എന്നുള്ളതിനെ കുറിച്ചുണ്ട്. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് വിഷുവിനെ കുറിച്ചിട്ട്. പടക്കം, പൂത്തിരി, പൂവൊക്കെ എല്ലായിടത്തും എല്ലാവരും ഇഷ്ടം പോലെ പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളും കുറച്ച് പൊട്ടിച്ചു കേട്ടോ. പടക്കം കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു, പൂത്തിരി കത്തിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇനി കണി കണ്ടിട്ട് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. 4 മണിക്ക് ശേഷമാണ് കണി കാണുന്നത് എന്നാണ് പറയണത്. ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഉണ്ണേട്ടൻ പറഞ്ഞിട്ട് 4 മണിക്ക് ശേഷം കണി കാണാമെന്നാണ് പറയണത്. ഇവിടെ ഗുരുവായൂരൊക്കെ എപ്പോഴാണ് സമയം എന്നൊക്കെ നോക്കും. അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ എപ്പോഴാണെന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അതിനനുസരിച്ചൊക്കെയാണ് കണി കാണാറ്. കൊന്നപ്പൂവിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഭഗവാന്റെ അരഞ്ഞാണാണ് കൊന്നപ്പൂവായിട്ട് മാറിയത് എന്നൊക്കെയാണ് ഐതിഹ്യം. അതുപോലെ തന്നെയല്ലേ കൊന്നപ്പൂവിൻ്റെ പൂവ് നിൽക്കണ കണ്ടാൽ നമുക്കതൊരു അരഞ്ഞാണായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഞാൻ കണിയൊരുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ അമ്മ കണിയൊരുക്കുന്നത് കണ്ടിട്ടും ഇവിടെ ഉണ്ണേട്ടൻ്റെ വീട്ടിൽ ഉണ്ണേട്ടൻ്റെ അമ്മ കണിയൊരുക്കുന്നതൊക്കെ കണ്ടിട്ടാണ് അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ 2 വീട്ടുകാരുടെ ഇടയിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഒരുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ അതുപോലെയാണ് ഞാനും കണി വയ്ക്കാൻ തുടങ്ങിയത്. അവരൊക്കെ എന്ത് ചെയ്യുന്നു അതൊക്കെ കണ്ടുപിടിച്ചു. അതുപോലെ ഞാനും ചെയ്യാൻ തുടങ്ങി. നമുക്ക് കൊന്നപ്പൂവിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, കൊന്നപ്പൂവിൻ കൃഷ്ണൻ്റെ അരഞ്ഞാണമാണെന്നും അത് ഒരു ദരിദ്രനായ ബാലൻ കൃഷ്ണൻ്റെ അടുത്ത് വന്ന് അരഞ്ഞാണം ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണൻ നൽകുകയും വീട്ടിൽ കൊണ്ടുപോയി ചെന്നപ്പോൾ അത് രക്ഷിതാക്കൾ എവിടുന്നാ മോഷ്ടിച്ച് കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ട് ആ ബാലനെ വഴക്ക് പറയുകയും വീട്ടുകാരത് വാങ്ങി ദൂരേക്ക് വലിച്ചെറിയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ ചെന്ന് ആ കിങ്ങിണികൾ പതിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് ആ കിങ്ങിണികളാണ് കൊന്നപ്പൂവായിട്ട് പരിണമിച്ചത് എന്നാണ് ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു അറിവ്. പിന്നെ വേറൊരു അറിവ് പറയുന്നത്, ഇതൊക്കെ ഒരു പുരാണങ്ങളിൽ വായിച്ചതാണ് കേട്ടോ. രാമരാവണ യുദ്ധം നടക്കുന്ന സമയം. അപ്പോൾ സൂര്യഭഗവാൻ രാവണൻ്റെ കൊട്ടാരത്തിന് മീതെ ഉദിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയം മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക്
സംക്രമിക്കണ സമയമായിരുന്നു. രാവണന് അത് ഇഷ്ടപ്പെട്ടില്ല. സൂര്യഭഗവാനോട് യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ആ ഒരു സമയമാണ് സംക്രമമായിട്ട് കണക്കാക്കുന്നതും വിഷുവായിട്ട് ആഘോഷിക്കുന്നതും എന്നൊക്കെ അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. പിന്നെ കാർഷിക വിളകളൊക്കെ കൃഷി ചെയ്യാനുള്ള ഉത്തമ സമയം കൂടിയാണ് വിഷു കഴിഞ്ഞിട്ടുള്ള സമയം. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് കൂടിയാണ് വിഷു ആഘോഷം എന്ന് വേറൊരു ഐതിഹ്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിഷുവിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷുക്കണിയിലേക്ക് സ്വാഗതം. ഞാൻ വിഷുക്കണി ഒരുക്കട്ടെ. അപ്പോൾ നമുക്ക് വിഷുക്കണി ഒരുക്കണത് കാണാം. ആദ്യം ഉണങ്ങല്ലരിയാണ് കേട്ടോ നമ്മുടെ ഉരുളിയിൽ ഇടേണ്ടത്. ഉണങ്ങല്ലരി ഇട്ടു. പിന്നെ കണിവെള്ളരിയാണ് വെക്കേണ്ടത്. പിന്നെ കൊന്നപ്പൂവ്, പിന്നെ വാൽക്കണ്ണാടി ഉണ്ടെങ്കിൽ വാൽക്കണ്ണാടി, നമ്മുടെ കസവുമുണ്ട്. കണ്ണാടിക്ക് മുകളിലായിട്ട് വേണം കസവുമുണ്ട് വയ്ക്കാൻ. പിന്നെ വെറ്റിലടയ്ക്ക, എല്ലാം കാണത്തക്ക വിധം വേണം എല്ലാ സാധനങ്ങളും നമ്മൾ വയ്ക്കാൻ. പിന്നെ സ്വർണ്ണാണ്, അത് കാണുന്ന രൂപത്തിൽ വേണം വെക്കാൻ. കോവയ്ക്ക, മാങ്ങ, ചാമ്പയ്ക്ക, നാളികേരം, ഇങ്ങനെയുള്ള കാർഷിക വിളകളൊക്കെ നമുക്ക് വെക്കാം. എന്തൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. കുങ്കുമം, കൺമഷി, ഒരു പുരാണ പുസ്തകം എന്തായാലും വെക്കണം. അപ്പോൾ അതും കൂടെ വെച്ചു വെക്കും. എല്ലാം കാണത്തക്ക വിധം വേണം വെക്കാൻ. വിളക്കിൽ തിരിയിടാം. 5 തിരിയിട്ടിട്ടാണ് കേട്ടോ വിളക്ക് കൊടുത്തത്. ആദ്യം കിഴക്കോട്ട്, പിന്നെ പടിഞ്ഞാട്ട്, പിന്നെ വടക്കോട്ട്, പിന്നെ തെക്കോട്ട്, പിന്നെ ഈശാന കോടതി. അങ്ങനെ 5 തിരി. വടക്കോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെളുത്ത പുഷ്പങ്ങൾ നമ്മൾ കിണ്ടിയിൽ വെച്ച വെള്ളത്തിലും പുഷ്പിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കണി കാണാനും വെളുത്ത പുഷ്പങ്ങൾ കണി കാണണം. അപ്പോൾ വെളുത്ത പുഷ്പം കണി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നാണയങ്ങളും പണവും അപ്പോൾ അത് കാണുന്ന ഭാഗത്തായിട്ട് തന്നെ വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വിഷുക്കണി ഒരുക്കൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ.